ഗുഡ് മോർണിംഗ്. ഇന്നലെ വരെ പഠിപ്പിച്ചത് ക്ലിയർ ആണോ? തന്നെ ചെയ്യാൻ പറ്റുമോ? ഒരു ടേബിൾ തന്നു കഴിഞ്ഞാൽ ഇൻസേർട്ട് ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ആക്കാൻ പറ്റുമോ? ഓൺലൈൻകാർക്കോ? Yes, ma'am. ഇന്നലെ ചെയ്തത് യൂസർ പ്രൊഫൈൽ വരെയായിരുന്നു അല്ലേ? പ്രൊഫൈൽ വ്യൂ. നിങ്ങൾ അതിന്റെ ഡിസൈൻ എടുത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തെടുത്തോ? അതിൽ ജസ്റ്റ് ഒരു ബട്ടൺ വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു എഡിറ്റ് ബട്ടൺ വെച്ച് കൊടുക്കാം. എന്തെങ്കിലും മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലേബലും പ്ലേസ് ചെയ്യാം. വെച്ചാ അപ്പൊ എന്ത് ചെയ്യാനായിരിക്കാം ഈ ബട്ടൺ വെച്ചത്? എഡിറ്റ് ഓർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി. ഓൾറെഡി യൂസർ ലോഗിൻ ചെയ്യുമ്പോൾ ആളുടെ ഡാറ്റ ഇവിടെ ഡിസ്പ്ലേ ആവുമല്ലോ. അതിൽ നിന്ന് ഏജും അഡ്രസ്സും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഏജും അഡ്രസ്സും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഏജും അഡ്രസ്സും അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പൊ കോഡ് എവിടെ എഴുതണം? എഡിറ്റിന്റെ ബട്ടൺ ക്ലിക്കിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. എന്തായിരിക്കും കൊറി എഴുതാം? എന്ത് കൊറി എഴുതാം? അപ്ഡേറ്റ് കൊറി. ഏജും അഡ്രസ്സും ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അല്ലേ? ഉസാമ പറഞ്ഞ അപ്ഡേറ്റ് കൊറി പറയാവോ? അപ്ഡേറ്റ് ടേബിൾ. ഹലോ, പറഞ്ഞു കേൾക്കുന്നുണ്ട്. ടേബിൾ നെയിം. അപ്ഡേറ്റ് ടേബിൾ നെയിം ഉണ്ടോ? ഇല്ല. അപ്ഡേറ്റ് ടേബിൾ നെയിം സെറ്റ്. ഇപ്പൊ ഏജ് ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് 1.text. അപ്ഡേറ്റ് ടേബിൾ നെയിം സെറ്റ്. ഇപ്പൊ ഏജ് ആണെന്നുണ്ടെങ്കിൽ ഏജ് ഈക്വൽ ടു നല്ല ഏജ് ആണ് അപ്ഡേറ്റ് ചെയ്യണേ. സോ ഏജ് ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് 2.text. അത് കോഡ്സിനകത്ത് കൊടുക്കണം. ടെക്സ്റ്റ് ബോക്സ് അത്രയല്ലേ ഉള്ളൂ. അല്ലല്ലോ, അഡ്രസ്സും കൂടെ അപ്ഡേറ്റ് ചെയ്യാനില്ലേ? അപ്പൊ ആൻഡ് അഡ്രസ് ഈക്വൽ ടു ആണോ? ആൻഡ് ആണോ അവിടെ കൊടുക്കണ്ടേ? റിയ പറഞ്ഞ അപ്ഡേറ്റ് കുറി പറഞ്ഞേ. Update table name, set age equal to table name, set update table name set age equal to a text box.
update table name set age equal to text box text comma address equal to text box 3 dot text address equal to box text box 3 dot text മതിയോ? where id വേണോ? where id equal to equal to session കൊടുക്കാം. ഓക്കെ, കോറി ക്ലിയർ ആണോ എല്ലാവർക്കും? 2 ഫീൽഡാണ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അഡ്രസ്സും ഏജ് ഇൻറ്റീജർ ആണ്, അഡ്രസ്സ് സ്ട്രിംഗ് ആണ്. വേർ കണ്ടീഷൻ മസ്റ്റ് ആണ്, ഇല്ലെങ്കിൽ എന്ത് പറ്റും? അപ്ഡേറ്റ് കോറിക്ക് വേർ കണ്ടീഷൻ കൊടുത്തില്ലെങ്കിൽ എല്ലാം അപ്ഡേറ്റ് ആവും. എല്ലാം അപ്ഡേറ്റ് ആയി പോകും. ഓക്കെ, കോറി എഴുതിക്കുക എല്ലാവരും.
ചെയ്തോ? കോഡ് എഴുതിയോ? റൺ ചെയ്ത് നോക്കിയോ? റൺ ചെയ്യുന്നത് ഏത് പേജാ? ലോഗിൻ പേജ് തന്നെ റൺ ചെയ്യാം കേട്ടോ. കോഡ് എഴുതി കഴിഞ്ഞോ എല്ലാവരും? എഴുതി കഴിയാത്തവരുണ്ടോ? ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചേ. ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്ത് എൻ്റെ പ്രൊഫൈലിന്റെ പേജിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അവിടെ ഞാൻ പ്രൊഫൈൽ പേജിന്റെ പേജ് ലോഡിൽ ഒരു ബ്രേക്ക് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ബട്ടൺ ക്ലിക്കിലും ഒരു ബ്രേക്ക് പോയിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് പ്രൊഫൈൽ വ്യൂ ആയി എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റ് ആയോ? എറർ ഉണ്ടോ? ഇല്ല. എഡിറ്റ് ആവണില്ല. എഡിറ്റ് ആവുന്നില്ല. ഓക്കെ, അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഞാൻ പേജ് ലോഡിലും ബ്രേക്ക് പോയിന്റ് ഇട്ടിട്ടുണ്ട്, ബട്ടൺ ക്ലിക്കിലും ബ്രേക്ക് പോയിന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ ലോഗിൻ സക്സസ് ആണെങ്കിൽ പ്രൊഫൈലിന്റെ പേജിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രൊഫൈലിന്റെ പേജിലോട്ട് വരും. ഇവിടെ ആദ്യം ആര് വർക്കാവും? ലോഡ് ആക്ഷനിലോട്ടല്ലേ വരുന്നേ? ലോഡിൽ വരും. ലോഡിൽ വന്നു കഴിയുമ്പോൾ ബ്രേക്ക് പോയിന്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ കൊറി എഴുതി വാല്യൂ ഗെറ്റ് ചെയ്തു, എല്ലാതും ഡിസ്പ്ലേ ആക്കി എന്ന് പറഞ്ഞ പേജ് ലോഡിലെ കോഡ് വർക്കായി അല്ലേ? നമുക്ക് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഞാൻ അതില് ഏജ് മാറ്റി, അഡ്രസ്സും മാറ്റി. ഓക്കെ, ദെൻ ഏത് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം? എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഞാൻ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോഴും നേരെ കൺട്രോൾ എങ്ങോട്ടാ വന്നേ? പേജ് ലോഡിലേക്ക്. അപ്പൊ ആലോചിക്കാം,
നമ്മളുടെ ഒരു പേജ് ലോഡ് ആവുമ്പോൾ അല്ലെങ്കിൽ പേജ് വർക്ക് ചെയ്ത് കാണാൻ പറ്റുന്ന ഫസ്റ്റ് ഇവന്റ് ആണ് ലോഡ് അല്ലേ? അത് ആദ്യമേ വർക്കായിട്ടാണ് നമുക്ക് പ്രൊഫൈൽ വ്യൂ തന്നത്. ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പം അത് ലോഡ് ആണോ ആക്ച്വലി വർക്ക് ചെയ്യുന്നത്? ഇല്ല. എന്താ വർക്ക് ചെയ്യണേ? ബട്ടൺ ക്ലിക്ക്. ബട്ടൺ ക്ലിക്ക്. ബട്ടൺ ക്ലിക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവന്റ് ആണ്, അതല്ല ചോദിക്കണേ. പോസ്റ്റ് ബാക്ക് ആണോ അല്ലയോ? പോസ്റ്റ് ബാക്ക് ആണത്. മനസ്സിലായോ? ഫസ്റ്റ് ലോഡ് ആയത്, അതായത് ലോഗിൻ ചെയ്ത് സക്സസ് ആയി ഈ പേജിലോട്ട് വന്നപ്പോ ആദ്യം വർക്ക് ചെയ്തത് ലോഡാണ്. നമ്മൾ വാല്യൂ മാറ്റി കൊടുത്ത് ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോ അത് പിന്നെ എന്താ? പോസ്റ്റ് ബാക്ക് ആണ്. ബട്ടൺ ക്ലിക്ക് എന്ന് പറയുന്ന ആക്ച്വലി ഒരു പോസ്റ്റ് ബാക്ക് ആണ്. അപ്പൊ നോക്കുക, ഞാൻ വീണ്ടും ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോഴും ലോഡിലോട്ട് നേരെ വരും. പക്ഷെ അത് ലോഡല്ല, എന്തായിരിക്കണം? പോസ്റ്റ് ബാക്ക് ആയിരിക്കണം. അപ്പൊ ഞാൻ വീണ്ടും ഇവിടെ റൺ ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? വീണ്ടും പേജ് ലോഡിൽ കിടക്കുന്ന കോഡ് വർക്ക് ചെയ്യും. അപ്പൊ അതിനകത്ത് എഴുതി വെച്ചേക്കണ എന്താ? ടേബിളിൽ നിന്ന് വാല്യൂ എടുത്തോണ്ട് വരാൻ. ഓക്കെ, പേജ് ലോഡിലെ കോഡ് ഫുള്ള് വർക്കായി. ലോഡായ കോഡ് എടുത്തതിന് ശേഷം ഇങ്ങോട്ട് പോളൂ, ബട്ടൺ ക്ലിക്കിലോട്ട് വരുള്ളൂ. ബട്ടൺ ക്ലിക്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള കോഡ് എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ കൊറിയില് വാല്യൂ ഏതായിരിക്കും എടുത്തിരിക്കുക? പഴയ വാല്യൂ തന്നെ കിടക്കും. അപ്ഡേറ്റ് ആവുന്നുണ്ട് അവിടെ. എന്ത് വെച്ചിട്ട് അപ്ഡേറ്റ് ആവണേ? പഴയ വാല്യൂസ് തന്നെ വെച്ചിട്ടാണ് അപ്ഡേറ്റ് ആവുന്നത്. എന്തുകൊണ്ടാണ് അവിടെ പഴയ വാല്യൂ കിട്ടണേ? ഇവിടെ പഴയ വാല്യൂ വരാൻ കാരണം എന്താ? ലോഡ് വീണ്ടും വർക്ക് ചെയ്തത് കൊണ്ട്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു എക്സാമ്പിളില് ഫസ്റ്റ് ലോഡും ചെയ്യണം, ദെൻ ബട്ടൺ ക്ലിക്കും ചെയ്യണം. നിങ്ങളിപ്പോ ഇതിനു മുന്നം ചെയ്തതിലാണെങ്കിൽ ഇൻസേർട്ട് ചെയ്തു, അവിടെ നമ്മുടെ ലോഡിൽ കോഡ് ഉണ്ടായിരുന്നോ? ഇല്ല. ലോഗിൻ ചെയ്തു, എവിടെ കോഡ് ഉണ്ടായുള്ളൂ? ബട്ടൺ ക്ലിക്കില്. പക്ഷെ ലോഡിലും ഉണ്ട്, ബട്ടൺ ക്ലിക്കിലും ഉണ്ട്. ഈ ലോഡ് എന്ന് പറയുന്ന ഇവന്റ് ഓൾവേസ് വർക്കിംഗ് ആണ്, എല്ലായ്പ്പോഴും വർക്ക് ചെയ്യും. എല്ലാ ഇവന്റിന് മുന്നും ആര് വർക്ക് ചെയ്യും? ലോഡ് വർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ലോഡ് എന്ന് പറയുന്നതിന് അവിടെ പോസ്റ്റ് ബാക്ക് ഹാൻഡിൽ ചെയ്യാന്ന് പറയും. പോസ്റ്റ് ബാക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അവിടെ കൊടുക്കേണ്ട കോഡ് ഇഫ് നോട്ട് ഈസ് പോസ്റ്റ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ചെക്കിംഗ് കൊടുക്കും. ഇഫ് നോട്ട് ഈസ് പോസ്റ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ബാക്ക് അല്ലാത്തപ്പോൾ. പോസ്റ്റ് ബാക്ക് അല്ലാത്തത് ഏതോ ഉള്ളൂ? ഫസ്റ്റ് ടൈം മാത്രം. ലോഡ് ചെയ്യുമ്പോൾ മാത്രം പോസ്റ്റ് ബാക്ക് അല്ല, ബട്ട് ആ പേജിൽ ഒരു എത്ര ബട്ടൺ വെച്ചോ ആ ബട്ടൺ ക്ലിക്ക് വർക്ക് ചെയ്യുന്നത് എല്ലാം പോസ്റ്റ് ബാക്ക് ആണ്. ഇപ്പൊ നമ്മൾ പറയേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇവിടെ ഫസ്റ്റ് ലോഡ് ആവുമ്പോ വർക്ക് ചെയ്യേണ്ട കോഡ് എവിടെ കൊടുക്കണം? ഇഫിനുള്ളിൽ കൊടുക്കണം. ഇപ്പൊ ഇഫ് നോട്ട് ഈസ് പോസ്റ്റ് ബാക്ക് എന്നല്ലേ? പോസ്റ്റ് ബാക്ക് അല്ലാത്തപ്പോൾ, ദാറ്റ് ഈസ് ഫസ്റ്റ് ടൈം മാത്രമേ ലോഡ് വർക്ക് ചെയ്യുന്നുള്ളൂ. ആ പോസ്റ്റ് ബാക്ക് അല്ലാത്തപ്പോൾ ഈ കോഡ് വർക്ക് ചെയ്യണം. പോസ്റ്റ് ബാക്ക് ആണെങ്കിൽ ആ കോഡ് വർക്ക് ചെയ്യണ്ട. പോസ്റ്റ് ബാക്ക് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ആണെങ്കിൽ. മനസ്സിലായോ? ഓക്കെ. ഫസ്റ്റ് പേജ് ലോഡിൽ വന്നു, അത് പോസ്റ്റ് ബാക്ക് അല്ലല്ലോ, ലോഡ് അല്ലേ? സോ ഇഫിൽ കയറും. ഫുള്ള് വർക്ക് ചെയ്തു, വാല്യൂ വന്നു, ചേഞ്ച് ചെയ്തു, എഡിറ്റിൽ ക്ലിക്ക് ചെയ്തു, അപ്പോൾ നേരെ പേജ് ലോഡിലോട്ട് വരും. പക്ഷെ അവിടെ നമ്മൾ അത് പോസ്റ്റ് ബാക്ക് ആണ് അല്ലേ? പോസ്റ്റ് ബാക്ക് ആയതുകൊണ്ട് ഇഫിൽ കയറൂല, നേരെ ബട്ടൺ ക്ലിക്കിലോട്ട് പോരും. അവിടെ നിന്ന് എക്സിറ്റ് ആയിട്ട് ബട്ടൺ ക്ലിക്കിൽ വരും. ബട്ടൺ ക്ലിക്കിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ കൊടുത്ത പുതിയ വാല്യൂ അത് ഫെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എന്തായിക്കോളും? അപ്ഡേറ്റ് ആയിക്കോളും. അപ്പൊ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴാണെങ്കിലും പേജ് ലോഡിലും ബട്ടൺ ക്ലിക്കിലും കോഡ് എഴുതുന്ന സമയത്ത് ആലോചിക്കുക, പേജ് ലോഡിലെ കോഡ് വീണ്ടും വീണ്ടും വർക്ക് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉള്ള സിറ്റുവേഷനിൽ അവിടെ എന്ത് ഹാൻഡിൽ ചെയ്തിരിക്കണം? പോസ്റ്റ് ബാക്ക് ഹാൻഡിൽ ചെയ്തിരിക്കണം. ഇഫ് നോട്ട് ഈസ് പോസ്റ്റ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് അതിനുള്ളിൽ വേണം പേജ് ലോഡിലെ കോഡ് കൊടുക്കാൻ. ക്ലിയർ? ചെയ്തു നോക്കിയേ. നിങ്ങൾ ഈ ബ്രേക്ക് പോയിന്റ് ഇട്ട് ഞാനിപ്പോ എന്ത് ചെയ്ത് കാണിച്ചോ അതുപോലെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ബ്രേക്ക് പോയിന്റ് ഇട്ട് റൺ ചെയ്യാൻ അറിയണം.
പോസ്റ്റ് ബാക്ക് ഹാൻഡിൽ ചെയ്തിട്ട് ഞാൻ എങ്ങനെ ബ്രേക്ക് പോയിന്റ് റൺ ചെയ്ത് അതുപോലെ റൺ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റണം.
ഓക്കെയാണ് എല്ലാവർക്കും? പോസ്റ്റ് ബാക്ക് എന്തിനാ ഹാൻഡിൽ ചെയ്യണമെന്ന് മനസ്സിലായോ? എന്തിനാ നമ്മൾ പേജ് ലോഡിൽ പോസ്റ്റ് ബാക്ക് ഹാൻഡിൽ ചെയ്ത് കൊടുക്കണേ? പേജ് ലോഡിലെ കോഡ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വർക്ക് ആകാതിരിക്കാൻ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോം എടുത്തേ. ഓക്കെ, പെട്ടെന്ന് എഴുതിക്കോ. എടുത്തോ, രജിസ്ട്രേഷൻ ഫോം എടുത്തോ? നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇൻസേർട്ട് ചെയ്യണ സമയത്ത് കൊടുക്കുന്ന യൂസർ നെയിം ഓൾറെഡി എക്സിസ്റ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. യൂസർ നെയിം എവിടെ എൻ്റർ ചെയ്യുന്നേ? ടെക്സ്റ്റ് ബോക്സിൽ അല്ലെ? ആ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ടേബിളിൽ അങ്ങനെ ഒരു യൂസർ നെയിം ഓൾറെഡി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെയായിരിക്കും ക്വറി എഴുതുക? ഒരു യൂസർ നെയിം എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ യൂസർ നെയിം ടേബിളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ കൊടുക്കും? ഞാനിപ്പോ അമൽ എന്നുള്ള യൂസർ നെയിം കൊടുത്താൽ പറയണം ഓൾറെഡി ആ യൂസർ നെയിം എക്സിസ്റ്റ് ആണ്. എങ്ങനെ ക്വറി എഴുതാം? എന്തായിരിക്കും ക്വറി എഴുതണ്ടേ? എന്ത് ക്വറിയാ? എന്ത് ക്വറിയായിരിക്കും എഴുതണ്ടേ? ഡിസ്റ്റിങ്ക്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിനാ ഡിസ്റ്റിങ്ക്റ്റ്? ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിലല്ലേ ഡിസ്റ്റിങ്ക്റ്റ് വേണ്ടിയുള്ളൂ. അത് തന്നെ എല്ലാ ടേബിളിൽ ചേഞ്ച് ചെയ്യൂല.
ഞാനിപ്പോ ടെക്സ്റ്റ് ബോക്സിൽ അമൽന്ന് എൻട്രി ചെയ്താ അമൽ എന്നുള്ളത് യൂസർ നെയിം ഉണ്ടോ ഇല്ലയോ എന്നല്ലേ നോക്കണ്ടേ? എങ്ങനെ എഴുതും കുറി? ഇൻക്വയറി ഇന്നും വേണമെന്നില്ലല്ലോ. ജസ്റ്റ് അങ്ങനെ ഒരു യൂസർ നെയിം ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്താ പോരെ? എങ്ങനെ എഴുതാൻ പറഞ്ഞേ? പേര് വെച്ച് തന്നെ എഴുതണം. വേറെ വെച്ചിട്ട് തന്നെ. Where name from table name. Sorry, select a name from table name. Select a name from സെലക്ട് നെയിം ഫ്രം ടേബിൾ നെയിം. മതിയോ? യൂസർ നെയിം ആണെന്നാണ്, യൂസർ നെയിം എക്സിസ്റ്റ് ആണെന്നാണ് നോക്കണ്ടേ? യൂസർ നെയിം എക്സിസ്റ്റ് ആണോന്ന്. Select a name from table name where username equal to. വേറെ യൂസർ ടു സെലക്ട് അമൽ. ഐഡി കിട്ടിയാ പോലെ. ഇപ്പൊ സെലക്ട് നെയിം ആണോ? ഞാൻ ഇന്നലെ തൊട്ട് പറയുന്നല്ലേ എപ്പോഴും നമ്മൾ ഐഡി ഐഡി ആണ് പ്രൈമറി കീ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കുറെ എഴുതാം? സെലക്ട് ഐഡി ഫ്രം ടേബിൾ നെയിം where username equal to. സെലക്ട് ഐഡിയോ കൗണ്ട് ഓഫ് ഐഡിയോ ഏത് വേണമെങ്കിലും എടുക്കാം. സെലക്ട് കൗണ്ട് ഓഫ് ഐഡി ഫ്രം ടേബിൾ ഫോർ യൂസർ നെയിം ഈക്വൽ ടു അമൽ. അതല്ലേ കുറെ എഴുതണ്ടേ? ഇപ്പൊ കൗണ്ട് ഓഫ് ഐഡി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, കൗണ്ട് ഓഫ് ഐഡി എടുക്കുമ്പോ എപ്പോഴും 1 അല്ലേ വരുള്ളൂ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒന്നും വരത്തില്ല. അപ്പൊ ഗ്രേറ്റർ ദാൻ 0 ചെക്ക് ചെയ്താ പോരെ? ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സിസ്റ്റ് ആണ്, എൽസ് കേസിൽ അല്ല. അപ്പൊ നമ്മൾ അത് എവിടെ കോഡ് എഴുതാം? നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൽ വാല്യൂ എൻട്രി ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് കാണിക്കണം. സോ ടെക്സ്റ്റ് ബോക്സിന്റെ റൈറ്റ് സൈഡിൽ ലേബൽ വെക്കുക, ആ ലേബലിന്റെ വിസിബിലിറ്റി ഫോൾസ് ആക്കുക. അതിനുശേഷം ടെക്സ്റ്റ് ബോക്സിന് ഒരു ഇവന്റ് ഉണ്ട്, ടെക്സ്റ്റ് ചേഞ്ച്ഡ്. അതിലാണ് കോഡ് എഴുതേണ്ടത്. ടെക്സ്റ്റ് ബോക്സിന്റെ ടെക്സ്റ്റ് ചേഞ്ചർ എന്ന് പറയുന്ന ഇവന്റിലാണ് കോഡ് എഴുതേണ്ടത്. ഇപ്പൊ ടെക്സ്റ്റ് ചേഞ്ചർ ഡബിൾ ക്ലിക്ക് അടിച്ച് ഓപ്പൺ ചെയ്യാം. ഏത് ടെക്സ്റ്റ് ബോക്സിന്റെ? യൂസർ നെയിമിന്റെ ടെക്സ്റ്റ് ബോക്സിന്റെ. യൂസർ നെയിമിന്റെ ടെക്സ്റ്റ് ബോക്സിന്റെ ടെക്സ്റ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഇവന്റ് ഓപ്പൺ ചെയ്യാം. അതുപോലെ ആ ടെക്സ്റ്റ് ബോക്സിന്റെ റൈറ്റ് സൈഡിൽ ഒരു ലേബിൾ പ്ലേസ് ചെയ്യാം. ടെക്സ്റ്റ് ബോക്സിന്റെ ടെക്സ്റ്റ് ചേഞ്ചർ ഓപ്പൺ ചെയ്തു, ഒരു ലേബൽ പ്ലേസ് ചെയ്തു, ലേബലിന്റെ പ്രോപ്പർട്ടിയിൽ വിസിബിൾ ഫോൾസ് ആക്കി. നെക്സ്റ്റ് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബോക്സിന്റെ പ്രോപ്പർട്ടിയിൽ ഓട്ടോ പോസ്റ്റ് ബാക്കി ട്രൂ ആക്കിയാലേ ടെക്സ്റ്റ് ചേഞ്ചർ വർക്ക് ആവുള്ളൂ. നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് പഠിച്ചില്ലേ, ഓർക്കണ്ടോ? ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിന്റെ സെലക്ടഡ് ഇൻഡെക്സ് ചേഞ്ചർ വർക്ക് ചെയ്യണമെങ്കിൽ ഓട്ടോ പോസ്റ്റ് ബാക്കി ട്രൂ ആക്കണം. അതേപോലെ തന്നെയാണ് ഇവിടെ ടെക്സ്റ്റ് ബോക്സിന്റെ ടെക്സ്റ്റ് ചേഞ്ചർ വർക്ക് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ബോക്സിന്റെ പ്രോപ്പർട്ടിയിൽ ഓട്ടോ പോസ്റ്റ് ബാക്ക് ട്രൂ ആക്കണം.
ഓക്കെ അല്ലേ? അത്രയും ചെയ്തില്ലേ? ഇനി ടെക്സ്റ്റ് ചേഞ്ചറിൽ കോഡ് എഴുതി കൊടുത്തേ, കൊറി എഴുതിക്കേ. എന്താ കൊറി വരുന്നേ? സെലക്ട് കൗണ്ട് ഓഫ് ഐ ഡി എടുക്കുക, വേർ യൂസർ നെയിം ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സിന്റെ ഐ ഡി കറക്റ്റ് കൊടുക്കുക, സ്കെയിലാർ വെച്ച് എക്സിക്യൂട്ട് ചെയ്യുക. ദെൻ കൗണ്ട് ഓഫ് ഐ ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ ഗ്രേറ്റർ ദാൻ 0. ഏത് കണ്ടീഷൻ കൊടുത്താലും കുഴപ്പമില്ലല്ലോ. ചെയ്തേ.
നമ്പർ ആക്കിയാലേ വർക്ക് ചെയ്യുള്ളായിരിക്കും. ഗ്രേറ്റർ ദാൻ വർക്ക് ചെയ്യണമെങ്കിൽ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇൻഡിലേ പറ്റുള്ളൂ, സ്ട്രിങ്ങിൽ പറ്റൂല. ഈക്വൽ ടു ഓക്കെയാണ്. ഇവിടെ കമാൻഡിൽ കൊടുക്കാത്തോണ്ടാണോ? കൊടുത്തു നോക്കി. എന്തായി? കൊടുത്തു അത്രയും. കൗണ്ട് ഓഫ് ഐ ഡി എടുത്തു, നമ്മൾ കൊടുക്കുന്ന യൂസർ നെയിമിന് കറസ്പോണ്ടിങ് കൗണ്ട് ഓഫ് ഐ ഡി എടുത്തു, എക്സിക്യൂട്ട് ചെയ്ത് CID വാല്യൂ കിട്ടി. സ്കെയിലർ വെച്ചിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തത്. ദെൻ കണക്ഷൻ ക്ലോസ് ചെയ്തിട്ട് ആ CID ഒന്ന് കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ ID1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 അല്ലേ, ഏത് വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെ ആണെങ്കിൽ എന്താ ചെയ്യണ്ടേ? കൗണ്ട് ഓഫ് ഐ ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് എന്നല്ലേ, ഇപ്പൊ ലേബലില് വിസിബിൾ ട്രൂ ആക്കുക, ലേബലിൽ മെസ്സേജ് കൊടുക്കുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? കൗണ്ട് ഓഫ് ഐ ഡി എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ലേബലിന്റെ വിസിബിലിറ്റി ട്രൂ ആക്കി മെസ്സേജ് കൊടുത്തു. എൽസ് കേസിൽ എന്ത് കൊടുക്കണം? ലേബലിന്റെ വിസിബിലിറ്റി ഫോൾസ് ആക്കണം, ഇല്ലെങ്കിൽ എന്ത് പറ്റും പറയൂ? എൽസ് കേസിൽ ലേബലിന്റെ വിസിബിലിറ്റി ഫോൾസ് ആക്കിയില്ലെങ്കിൽ എന്ത് പറ്റും? കറക്റ്റ് കൊടുത്താലും ഓൾറെഡി പ്രിന്റ് ചെയ്തിരിക്കുന്ന ലേബൽ അവിടെ കറക്റ്റ് കൊടുത്താലും ഓൾറെഡി പ്രിന്റ് ചെയ്തിരിക്കുന്ന മെസ്സേജ് അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യും, ഇല്ലേ? ഇപ്പൊ ഓൾറെഡി എന്റെ ടേബിളിൽ അമൽ എന്ന് പറയുന്ന ഇതുണ്ട്. അപ്പൊ എന്താണ് എന്നോട് പറഞ്ഞേക്കുന്നത്? വേറെ ഒരെണ്ണം കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ഒരു എഡിറ്റ് ചെയ്താലും അത് പോണുണ്ടോ? എന്റെ കേസിൽ പോണുണ്ട്, അത് കൊടുത്തില്ലേ പോവില്ല. എൽസ് കേസിൽ ലേബലിന്റെ വിസിബിലിറ്റി ഫോൾസ് ആക്കിയില്ലേ ആ മെസ്സേജ് അവിടെ തന്നെ നിൽക്കൂട്ടോ. പറഞ്ഞ കാര്യം മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക. ആർക്കും പിന്നെ ഡൗട്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല.
ലേബൽ കാണിക്കാതിരിക്കാൻ. ആദ്യം മെസ്സേജ് വന്നു, അത് കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് ചെയ്തു. കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പോണ്ടേ? അപ്പൊ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോഴും ഈ ചെക്കിംഗ് നടക്കും. എന്നിട്ട് കൗണ്ട് ഓഫ് ആയിട്ട് എടുത്തോണ്ട് വരുമല്ലോ. അപ്പൊ എന്താണ്? 0 ആയിരിക്കും, ഒന്നുമില്ലല്ലോ. അപ്പോ എൽസിലോട്ട് വന്നിട്ട് ആ ലേബലിന്റെ വിസിബിലിറ്റി ഫോൾസ് ആക്കും. അപ്പൊ ലേബലിന്റെ മെസ്സേജ് പോവും. കിട്ടിയില്ലേ? അത് റൺ ചെയ്ത് നോക്കിയില്ലേ നിങ്ങള്? ഓൾറെഡി ഉള്ള യൂസർ നെയിമും ഇല്ലാത്തതും ഒക്കെ കൊടുത്തു നോക്കിയില്ലേ? ഇപ്പൊ കണക്റ്റഡ് മോഡിലെ മുഴുവൻ ക്ലാസ്സും ഫങ്ഷൻസ് യൂസ് ചെയ്തില്ലേ? SQL കണക്ഷൻ എന്തിനാ? കണക്ഷൻ സ്ട്രിംഗ് ക്രിയേറ്റ് ചെയ്യാൻ. SQL കമാൻഡ് കൊറീനെ റീഡ് ചെയ്യാൻ വേണ്ടി. SQL കമാൻഡ് യൂസ് ചെയ്ത് കൊറി റീഡ് ചെയ്യുമ്പോൾ കമാൻഡിന്റെ ഒബ്ജക്റ്റിൽ എന്താ ഉണ്ടാവണേ?
SQL command CMD equal to new SQL command എന്ന് പറഞ്ഞ് query റീഡ് ചെയ്യുമ്പോൾ CMD എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ എന്താ ഉണ്ടാവണേ? Querying connection string. query തന്നെയായിരിക്കും. അങ്ങനെയല്ലേ പറഞ്ഞേ? ഓക്കെ. SQL ഡാറ്റ റീഡർ എന്തിനാ? ഡാറ്റ റീഡ് ചെയ്ത് വെക്കാൻ വേണ്ടി. എക്സിക്യൂട്ട് നോൺ query എന്തിനാ? ഇൻസേർട്ട്, ഡിലീറ്റ്, അപ്ഡേറ്റ് നോൺ queriesനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്കേലാർ ഫംഗ്ഷൻസ് ഓർ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സിക്യൂട്ട് റീഡർ or a read. SQL ഡാറ്റ റീഡർ യൂസ് ചെയ്ത് റീഡ് ചെയ്യുന്ന ഡാറ്റനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി. അത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓൺലൈൻകാർക്കോ ഇല്ല. ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ. പ്രൊഫൈലിന്റെ പേജിൽ നെക്സ്റ്റ് ഒരു ലിങ്ക് ബട്ടൺ വെച്ച് കൊടുക്കാം. പ്രൊഫൈലിന്റെ പേജിൽ ഒരു ലിങ്ക് ബട്ടൺ വെച്ച് കൊടുക്കാം. ചേഞ്ച് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ബട്ടൺ വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു പുതിയ പേജ് ആഡ് ചെയ്യാം. ചേഞ്ച് പാസ്വേഡ് എന്ന്, എന്നിട്ട് അതിനകത്തോട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കാം. ഒരു പുതിയ പേജ് ആഡ് ചെയ്തേക്കാം. ചേഞ്ച് പാസ്വേഡ്. അവിടെ നിന്ന് എങ്ങനെയാ ലിങ്ക് ചെയ്യണേ? ലിങ്ക് ബട്ടന്റെ പ്രോപ്പർട്ടിയിൽ എന്ത് ചെയ്ത് കൊടുക്കാം? ലിങ്ക് ചെയ്ത് കൊടുക്കാം. ചേഞ്ച് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു പേജ് ആഡ് ചെയ്ത് ഓക്കെ. ചേഞ്ച് പാസ്വേഡ് നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. ചേഞ്ച് പാസ്വേഡ് എന്ന് പറഞ്ഞ പേജ് ആഡ് ചെയ്തില്ലേ? ചേഞ്ച് പാസ്വേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, ചേഞ്ച് പാസ്വേഡ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? ഓൾറെഡി ഉള്ള പാസ്വേഡിനെ അപ്ഡേറ്റ് ചെയ്യാം. അത് പല രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്നുകിൽ ഓൾഡ് പാസ്വേഡ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ആക്കാം, തന്നെ എടുത്തു വെക്കാം, എന്നിട്ട് ന്യൂ പാസ്വേഡും കൺഫേം പാസ്വേഡും കൊടുത്ത് പാസ്വേഡ് എഡിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ പാസ്വേഡ് പുതിയത് കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഇതാണ്. ഓൾഡ് പാസ്വേഡ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും നമ്മൾ ലോഗിൻ ചെയ്ത് വരുമ്പോൾ. ന്യൂ പാസ്വേഡ് ഞാൻ കൊടുത്തു, കൺഫേം പാസ്വേഡ് ഇവിടെ എന്തിനായിരിക്കും ഇത് വെക്കുന്നത്? കമ്പയർ വാലിഡേറ്റർ വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ വെച്ചിട്ടില്ല. ജസ്റ്റ് 2 പാസ്വേഡ് എൻ്റർ ചെയ്യുക, then ചേഞ്ച് പാസ്വേഡ് കൊടുക്കണം. തന്നെ ചെയ്തേ.
കിട്ടിയോ? Yes, ma'am. എന്താ ചെയ്യണ്ടേ? പേജ് ലോഡിൽ എന്ത് എഴുതണം? പേജ് ലോഡിൽ പാസ്വേഡ് ഗെറ്റ് ചെയ്യുന്ന ക്വയറി ഓൾഡ് പാസ്വേഡ് ഗെറ്റ് ചെയ്യാനുള്ള കൊറി എഴുതുക, എക്സിക്യൂട്ട് ചെയ്യുക, ആ കൊറിയനെ അവിടെ ഡിസ്പ്ലേ ആക്കാം വാല്യൂനെ. ദെൻ അപ്ഡേറ്റ് ചേഞ്ച് പാസ്വേഡിൽ അപ്ഡേറ്റ് കൊറി എഴുതുക. അപ്ഡേറ്റ് കൊറി എഴുതിയത് എങ്ങനെ എഴുതിയേ? അപ്ഡേറ്റ് ടേബിൾ നെയിം സെറ്റ് പാസ്വേഡ് ഈക്വൽ ടു ന്യൂ പാസ്വേഡിന്റെ ടെക്സ്റ്റ് ബോക്സ്. ഇത്ര ഉള്ളോ? where id വേറെ equal ഐ ഡി ഈക്വൽ ടു to session. വേറെ ഐ ഡി ഈക്വൽ ടു സെഷൻ കൊടുക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ ഓൾഡ് പാസ്വേഡ് കൊടുക്കാം കേട്ടോ. വേറെ ഐ ഡി ഈക്വൽ ടു സെഷനും കൊടുത്തിട്ട് ആൻഡ് ഓൾഡ് പാസ്വേഡ് ഈക്വൽ ടു ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സ്. നിർബന്ധമൊന്നുമില്ല, ഐ ഡി വെച്ചാലും മതി. പേജ് ലോഡിൽ എന്ത് കൊടുക്കണം? പോസ്റ്റ് ബാക്ക് ഹാൻഡിൽ ചെയ്ത് കൊടുക്കണം, എങ്കിലല്ലേ അപ്ഡേറ്റ് ആവുള്ളൂ. നമ്മൾ പ്രൊഫൈൽ വ്യൂ ആൻഡ് എഡിറ്റ് ചെയ്ത അതേ കാര്യം, വേറെ ഒരു കാര്യം വ്യൂ ആക്കുന്നില്ല, ഓൺലി പാസ്വേഡ് മാത്രം വ്യൂ ആക്കും. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേക്കോ, നമ്മൾ ലോഗിൻ ചെയ്തപ്പോ കൗണ്ട് ഓഫ് ഐ ഡി എടുത്തപ്പോ ഇവിടെ എന്ത് യൂസ് ചെയ്തു? സ്കെയിൽ ആർ യൂസ് ചെയ്തു. ഞാൻ റീഡർ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഇവിടെ എന്ത് യൂസ് ചെയ്തേ? സ്കെയിൽ ആർ യൂസ് ചെയ്തത്. പ്രൊഫൈലിനകത്ത് വന്നപ്പോഴാണ് റീഡർ പഠിച്ചത്. അപ്പൊ അതുപോലെ തന്നെ റീഡർ വെച്ചിട്ട് അല്ലേ ഇവിടെ എടുത്തേക്കുന്നേ സിംഗിൾ വാല്യൂ. സിംഗിൾ വാല്യൂ മീൻസ് പാസ്വേഡ് മാത്രം. പറയണ മനസ്സിലാവണില്ലേ? റീഡർ യൂസ് ചെയ്തിട്ട് സിംഗിൾ വാല്യൂ എക്സിക്യൂട്ട് ചെയ്യാം. സ്കെയിലാർ എപ്പോ മാത്രം യൂസ് ചെയ്തോളൂ? അഗ്രിഗേറ്റ് ഫംഗ്ഷൻ മാത്രമാക്കി യൂസ് ചെയ്യാം. അപ്പൊ ലോഗിനിലും വേണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം? റീഡർ യൂസ് ചെയ്യാം കേട്ടോ. റീഡർ യൂസ് ചെയ്ത് ഒരു വേരിയബിളിനകത്തോട്ട് ആ വാല്യൂ ഗെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇപ്പൊ ടെക്സ്റ്റ് ബോക്സിലോട്ട് എടുത്ത പോലെ വേറൊരു വേരിയബിളോ സെഷനിലോട്ടോ ഒക്കെ വെക്കാം.
കിട്ടിയില്ലേ നിങ്ങൾക്ക്? അപ്ഡേറ്റ് ആയോ? എന്താ? ഇതോ? അവിടെ ടേബിളിലെ ഫീൽഡ് നെയിം അല്ലേ കൊടുത്തിരിക്കണേ? ഇത് അവിടെ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ? ഇത് ടേബിളിലെ ഫീൽഡ് നെയിം ആണ് ഇവിടെ കൊടുക്കണ്ടേ. ഇനി ഇവിടെ വരുമ്പോഴാ ഇതും ടേബിളിലെ ഫീൽഡ് നെയിം ആണ്. പിന്നെന്താ? ശരിയായോ ഇതേടെ? ലോഗിൻ ചെയ്ത് കയറണം എങ്കിലല്ലേ സെഷനിൽ വാല്യൂ ഉണ്ടാവുള്ളൂ. ലോഗിൻ പേജ് ആണ് റൺ ചെയ്യേണ്ടത്. ഓൺലൈൻകാർക്ക് കിട്ടിയോ? പാസ്വേഡ് ചേഞ്ച് ആയോ? Yes, ma'am. പാസ്വേഡ് ചേഞ്ച് കംപ്ലീറ്റ് ചെയ്തവരൊന്ന് ഹാൻഡ് റൈസ് ഇട്ടേ ഓൺലൈനില്. മൂന്ന് പേർക്കേ കിട്ടിയിട്ടുള്ളൂ. ലക്ഷ്മി, സച്ചിൻ, ജുമാന, ഉസാമ. 2 പേർക്ക്, 4 പേർക്കേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ഔട്ട്പുട്ട് ആയില്ല. ഞാൻ ഹാൻഡ് റൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു മാഡം. ഓക്കെ. നിതിൻ, അമൃത. ബാക്കിയുള്ളവർക്ക് എന്താ കിട്ടാത്ത? ശ്രുതി, ഷഹാന, സഞ്ജയ് ചെയ്തില്ലേ?
ഇപ്പൊ കണക്റ്റഡ് മോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡിസ്കണക്റ്റഡ് മോഡാണ്, അത് നാളെ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യം നാളെ ചെയ്ത് പഠിച്ചിട്ട് വരണം. ജസ്റ്റ് ഒരു മെഷീൻ ടെസ്റ്റ് പോലെ ചെയ്യിപ്പിക്കുവേ ഞാൻ. ഇത് ഇതേപോലെ എന്നായിരിക്കില്ല, ക്വസ്റ്റ്യനിൽ ചേഞ്ച് ഉണ്ടാവും. പക്ഷെ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യേണ്ടത്. ഇപ്പൊ വൃത്തിയായിട്ട് ചെയ്ത് പഠിച്ചിട്ട് വരാം. കോഡ് കാണാതെ പഠിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? മീൻസ് ഇപ്പൊ ചെയ്ത കാര്യം അതുപോലെ ബൈഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. എന്താണ് കൊറി എഴുതേണ്ടത്, അവിടെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വാല്യൂ ഗെറ്റ് ചെയ്ത് എങ്ങനെ ചെക്ക് ചെയ്യണം, അങ്ങനെ ഒരു ലോജിക്ക് ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കി നോക്കിയിട്ട് വരണം കേട്ടോ. പ്രിയ, Present, ma'am. അമൃത, Present. സഞ്ജയ്, അബിത, ഉസാമ, നോറ, വിനായക്, മോസിന, നിതിൻ കുമാർ, Present, ma'am. ലക്ഷ്മി, Present, ma'am. സച്ചിൻ, Present, ma'am. ആനന്ദു, ശ്രുതി, Present, ma'am. ഡാനി, സൂര്യ, Present, ma'am. ഹലോ, പറഞ്ഞ മഞ്ജു. സക്കറിയ, Present, ma'am. അശ്വതി, മിസ്ഫർ, മിത, ഷഹാന, Present, ma'am. ജുമാന, Present. ശരണ്യ, വേറെ ആരെങ്കിലും ഉണ്ടോ? ജിതിനുണ്ടോ? സമയ ഓക്കെ. അമ്മേനെ ഞാൻ വിളിച്ചില്ലേ? ഇല്ല. ആബ്സെന്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ അമ്മേരാജ്? മിസ് പനിയായിരുന്നു. റെക്കോർഡ് ക്ലാസ് കണ്ടിട്ടുണ്ട്. റെക്കോർഡ് ക്ലാസ് നോക്കണ്ടായിരുന്നു? ആ ഓക്കെ. ഈ പഠിപ്പിച്ച കാര്യങ്ങള് ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അത് അതിനകത്ത് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഫോർ എക്സാമ്പിൾ, ഇൻസേർട്ട്, ഡിലീറ്റ്, അപ്ഡേറ്റ്, നോൺ കൊറി യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. സെലക്ട് കൊറി മൾട്ടിപ്പിൾ ഫീൽഡ് സെലക്ട് ചെയ്യാനാണെങ്കിൽ കണക്റ്റഡ് മോഡിൽ റീഡർ വെച്ചിട്ട് റീഡ് ചെയ്തെടുക്കും. അത്രല്ലേ നോക്കിയിട്ടുള്ളൂ. ഇനി ഡിസ്കണക്റ്റഡ് മോഡാണ് നോക്കാനുള്ളത്. ഡിസ്കണക്റ്റഡ് മോഡ് കൂടുതലും യൂസ് ചെയ്യുന്നത് ബൾക്കായിട്ട് ഡാറ്റ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം അല്ലെങ്കിൽ സെലക്ട് നെയിം ഫ്രം ടേബിൾ നെയിം, ഒരു അങ്ങനെയൊക്കെ വരുന്ന കേസിൽ. അപ്പൊ അത് നമുക്ക് നാളെ നോക്കാം കേട്ടോ. ഇത് പഠിച്ചിട്ട് വരണം. പിന്നെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഓഫ് ASP.NET എന്തായി? SQL ഒക്കെ SQL-നകത്ത് ഡൗട്ട്സ് ഒന്നും ഇല്ല. SQL-നകത്ത് നോക്കേണ്ട ക്വസ്റ്റ്യൻസ് ഞാൻ കുറെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ് ഗ്രൂപ്പ് ബൈ ഹാവിങ്, ലൈക്ക്, നോർമലൈസേഷൻ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നോ? എന്താ നോർമലൈസേഷൻ? ഡാറ്റ റിഡൻഡൻസി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആണ്. അതിനെയാണ് ഈ നോർമലൈസേഷൻ എന്ന് പറയണത്.
ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ്. അത് എന്തിനാന്ന് വെച്ചിട്ട് ഡാറ്റ റിഡൻഡൻസി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് നോർമലൈസേഷൻ, നോർമലൈസേഷന്റെ യൂസ് എന്താണ്, എങ്ങനെ നോർമലൈസ് ചെയ്യാം, അത്രയും ഒന്ന് വായിച്ചു നോക്കണം തിയററ്റിക്കലി. പിന്നെ സബ് ക്വറി എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വാട്ട് ഈസ് സബ് ക്വറി, വാട്ട് ഈസ് ദ യൂസ് ഓഫ് സബ് ക്വറി. പിന്നെ ലൈക്ക് ഓപ്പറേറ്റർ എന്തിനാണ്, സെർച്ചിങ്, ഒരു പാറ്റേൺ മാച്ചിങ് ഓർ സെർച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക, ലൈക്ക് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. പിന്നെ ഡിഫറൻസുകൾ കുറേ ഉണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രോപ്പ്, ഡിലീറ്റ്, ട്രങ്കേറ്റ്, ഹാവിങ് ആൻഡ് വെയർ ക്ലോസ്, പിന്നെന്താ പ്രൈമറി കീ ആൻഡ് ഫോറിൻ കീ, അതുപോലെ പ്രൈമറി കീ ആൻഡ് യൂണീക് കീ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നീറ്റായിട്ട് വായിച്ച് ഡെയിലി വായിച്ച് പഠിക്കുക. ഒരു ദിവസം വായിച്ച് പഠിച്ചിട്ട് അവിടെ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും മറന്നു പോവും. ഡെയിലി അത് വായിക്കുക. ഓൺലൈൻകാർ കേൾക്കണ്ടല്ലോ അല്ലെ, എനിക്കറിയാം ഈ ഇരിക്കുന്നതിൽ കുറച്ച് പേര് ഒന്നും ചെയ്യണ്ടാവില്ല. പക്ഷേ ഇപ്പോ ASP കഴിഞ്ഞിട്ടൊരു എക്സാം ഉണ്ടാവും. ഏകദേശം ഇന്ന് 18th ആണ്. ഒരു 30/1 ഈ ഒരു ഡേയില് നെക്സ്റ്റ് എക്സാം വരും കേട്ടോ. ആ എക്സാമിന് ASP.NET ഉം SQL ഉം ആണുള്ളത്. തിയറി ഉണ്ടാവും, പ്രാക്ടിക്കലും ഉണ്ടാവും. ഓക്കെ, ഞാൻ ഏകദേശം ഒരു ഡേറ്റ് പറഞ്ഞാണ്. പോർഷൻ തീരണ അനുസരിച്ചിട്ട് അത്രയും മതി, അത് മാക്സിമം ആണ്. അതിനു മുമ്പേ എടുക്കാൻ വേണമെങ്കിൽ. അപ്പൊ ഈ ഒരു ഡേറ്റിലായിരിക്കും ആ എക്സാം വരുന്നത്. സോ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അതിനും ഞാൻ ഈ റീടെസ്റ്റ് എടുക്കില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് കഴിയുമ്പോൾ ഫസ്റ്റ് മോക്ക് വരും. അപ്പൊ എന്തോരാ, ഫുൾ ടോപ്പിക്സ് ആണ്. C#, ASP, SQL ഫുൾ ഉണ്ടാകും. അതും എന്താ പറയാ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ് ചെയ്യാൻ നോക്കുക. അത് പാസ്സായില്ല അതിന് റീടെസ്റ്റിങ്ങിനെ നടത്തിക്കൊണ്ടേയിരിക്കും. അതെന്ന് പാസ്സാവണോ അന്നേ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഇട്ട് തുടങ്ങുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ എത്ര അപ്ലൈ ചെയ്താലും അതിനകത്തോട്ട് ഇടൂല. നിങ്ങൾ ഇത് പാസ്സാവണ അനുസരിച്ചിട്ടേ നിങ്ങൾക്ക് ഇന്റർവ്യൂവിനകത്തോട്ട് ഇടത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങുക. ഏകദേശം ഒരു 30/1 ASPയുടെ ഞാൻ എടുക്കുന്ന എക്സാം വരാം. മോക്ക് ടെസ്റ്റ് ഒരു 1 വീക്കും കൂടെ കഴിയും. ഈ ഒരു വീക്കും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും. ഏകദേശം ഒരു ജൂൺ 7-8 ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സാറ്റർഡേ ആയിരിക്കും. ഓക്കെ, അപ്പൊ മോക്ക് ടെസ്റ്റിൽ ആപ്റ്റിറ്റ്യൂഡും ഒക്കെ കാണുമോ? എല്ലാം ഉണ്ട്. മോക്ക് ടെസ്റ്റിൽ ആപ്റ്റിറ്റ്യൂഡ്, മിഷൻ ടെസ്റ്റ്, ടെക്നിക്കൽ ഓറലും HR ഓറലും 4 റൗണ്ട്. അത് ഓൺലൈൻ ഉണ്ടാവില്ല, ഉള്ളി ഓഫ്ലൈൻ മാത്രമേ കാണുള്ളൂ. എല്ലാവരും ഓഫ്ലൈൻ വരേണ്ടി വരും കേട്ടോ. ഓക്കെ, ഞാൻ ഇന്ന് നിർത്തുവാണേ. ഓക്കെ, താങ്ക് യു. സ്കാൻ ചെയ്തില്ല. ഓക്കെ, സോറി. ഞാൻ ഇടയിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം നിങ്ങൾ ഡെയിലി വായിച്ചില്ലേ അത് മറന്നു പോകും, പഠിക്കില്ല. അതുകൊണ്ടാണ്. ഓക്കെ, ഓൺലൈൻകാർ ചെയ്തോളൂ കേട്ടോ. ഓൺലൈൻകാര് സ്ക്രീൻ ഷെയർ. വിസിബിൾ അല്ല. ഷെയർ ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റല്ലേ? ആ ഓക്കെ, സ്കാൻ ആവണില്ല എന്നാണ് പറഞ്ഞേ. ഓഫ്ലൈൻ ക്യാരി ചെയ്തോ. എന്താ ശ്രുതി? മഞ്ജു മാമിനോട് പറഞ്ഞാൽ മതിയോ? മെസ്സേജ് ഇട്ടേരെ. ഓക്കെ. ഓക്കെ അല്ലേ?
താങ്ക് യു